മോർണിംഗ് റിപ്പോർട്ടിൽ ഇനി അതിഥിയുടെ സമയമാണ്. ഇന്നലെ വനിതാ ദിനത്തിൽ യൂട്യൂബിൽ റിലീസ് ചെയ്ത ശക്തമായ ഒരു പ്രമേയവുമായി യൂട്യൂബിൽ റിലീസ് ചെയ്ത അധീല എന്ന ഷോർട്ട് ഫിലിമിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അധീലയുടെ സംവിധായകനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സംവിധായകൻ സായൂജ് കൃഷ്ണ. മോർണിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്താണ് അധീലയെക്കുറിച്ച് പ്രേക്ഷകരോടൊന്ന് പറയൂ. ഇന്നലെ വനിതാ ദിനത്തിലാണ് അധീല എന്ന ഷോർട്ട് ഫിലിം ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരോടും ആദ്യമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ കാണുക, വിജയിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ശക്തമായൊരു പ്രമേയമാണ് അധീല മുന്നോട്ട് വെക്കുന്നത്. 18 വയസ്സിന് മുന്നേ വിവാഹം കഴിക്കേണ്ടി വരുന്ന പെൺകുട്ടികളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് ഫിലിമിലൂടെ മുന്നോട്ട് വെക്കുന്നൊരു കാര്യം. അപ്പോൾ അത് കണ്ടിട്ട് വിലയിരുത്തേണ്ടത് പ്രേക്ഷകരാണ്. പിന്നെ നമ്മൾ ഇന്നലെ റിലീസ് ചെയ്യാനുണ്ടായ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഒരു വർഷമായി നമ്മൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഈ ഒരു ഷോർട്ട് ഫിലിം എന്ന രീതിയിൽ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം എന്നതൊരു വലിയ കാലയളവാണ്. നമ്മളൊരു സിനിമ പോലെയല്ല, ഒരു ഷോർട്ട് ഫിലിമിനെ സംബന്ധിച്ച് ഒരു വലിയ കാലയളവാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രവർത്തിച്ചവർ എന്ന് പറയുന്നവർ 80% ആൾക്കാരും ഈ ഒരു ഫിലിം ഫീൽഡുമായി ബന്ധമുള്ള ആൾക്കാരൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിൻ്റേതായ ചില കുറവുകൾ ഉണ്ടായിരിക്കാം. എന്നാലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നല്ലൊരു രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. അതിന് കണ്ട് വിലയിരുത്തേണ്ടത് പ്രേക്ഷകരാണ്. അധീലയുടെ പ്രമേയം എന്താണ്? അധീലയുടെ പ്രമേയം ഞാനീ പറഞ്ഞതുപോലെ 18 വയസ്സ് തികയും മുമ്പ് നമ്മുടെ എന്താ പറയുക ഫോഴ്സ് ചെയ്ത് മാരേജ് കഴിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ സ്റ്റോറിയാണ്. 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ സ്റ്റോറിയാണ് അധീല എന്ന് പറയുന്നത്. നമുക്ക് ന്യായമായും നമ്മുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെടുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥയിൽ ഉണ്ടായേക്കാവുന്ന ചില വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് മാനസികമായി ഉണ്ടാക്കാവുന്ന ചില ബുദ്ധിമുട്ടുകളാണ് നമ്മളിതിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ എല്ലാ മേഖലയിലും എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനൊരു നാട്ടിൽ ഇങ്ങനൊരു പെൺകുട്ടികളെ 18 വയസ്സിന് മുമ്പ് കല്യാണം കഴിപ്പിച്ചു വിടുന്നു, അങ്ങനൊരു കാര്യം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇന്നും നമ്മുടെ ചുറ്റുപാട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ അത് നമ്മൾ അറിഞ്ഞില്ലെന്ന് നടിക്കുന്നതാവാം. എന്നാലും ഇന്ത്യയിൽ ബാലവിവാഹം എന്ന് പറയുന്നത് നിയമവിധേയമല്ലെങ്കിലും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മളിപ്പം അറിഞ്ഞുകൊണ്ട് ഞാനീ പറഞ്ഞതുപോലെ നമ്മൾ പലരും അറിഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. പക്ഷെ അത് എന്തുകൊണ്ടോ അത് പൂർണ്ണമായും നിരോധിക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്നും നമ്മുടെ ചുറ്റുപാടും ഇതുപോലുള്ള 18 വയസ്സിന് മുന്നേയുള്ള മാരേജും കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സബ്ജക്റ്റ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ അത് എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി. ഒന്നാമത് ഈ ഒരു ഷോർട്ട് ഫിലിം 28 മിനിറ്റ് ദൈർഘ്യമുള്ളതാണ്. അപ്പോൾ അത് ആദ്യം ഇപ്പോൾ യൂട്യൂബിലേക്ക് വരുന്ന ഒരാൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ദൈർഘ്യമാണ്. അതിനുശേഷം മാത്രമേ ഡ്യൂറേഷൻ നോക്കിയതിന് ശേഷം മാത്രമേ അവരത് വാച്ച് ചെയ്യുള്ളൂ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. എന്നാലും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അങ്ങനത്തെ ഒരു പ്രമേയം വനിതാ ദിനത്തിൽ ജനങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കാൻ സാധിച്ചതിൽ നമുക്ക് അഭിമാനമുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് ഇങ്ങനെ ബാലവിവാഹങ്ങൾ ഇപ്പോഴും ഇന്ത്യയിൽ നടക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് ശരിക്കും സായുജിൻ്റെ ചുറ്റുപാടിലുള്ളൊരു സ്ത്രീയെ തന്നെയാണോ ഇതിൽ പ്രതിഫലിപ്പിച്ചിരിക്കുന്നത്? എൻ്റെ ചുറ്റുപാടിലുമുള്ള സ്ത്രീയെ തന്നെ എന്ന് പറയുന്നതിനേക്കാൾ ഇതൊരു കമ്മ്യൂണിറ്റിയെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകത ഒരു സമൂഹത്തെ മാത്രം നമ്മൾ മുൻനിർത്തി കണ്ടിട്ടുള്ള ഒരു ഇന്ത്യയിൽ ആകമാനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുഷ്പ്രവണതയാണിത്. അതിനെതിരെയുള്ള നമ്മുടെ ഒരു ചെറിയൊരു നീക്കം എന്ന രീതിയിലാണ് ഇത് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ഇതിലൂടെ കൊണ്ടുവരുന്നത് അങ്ങനെയൊരു ഇതിനകത്ത് അവസാനം ഒരു ചെറിയൊരു സസ്പെൻസ് അടക്കമാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു സ്റ്റോറിയുടെ പോക്കെന്ന് പറയുന്ന ആ രീതിയിലാണ്. അപ്പോൾ അവസാനം ആ ഒരു സസ്പെൻസ് കഴിഞ്ഞ് നമ്മൾ ക്ലൈമാക്സിലേക്ക് എത്തുന്ന ആ ഒരു ടൈം നമുക്ക് എന്താ പറയുക, ഞാനിപ്പോൾ എന്തായാലും ആ ഒരു സസ്പെൻസ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അത് പ്രേക്ഷകർ കാണട്ടെ, കണ്ടിട്ട് പറയാവുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്.
ഈ കുട്ടിയുടെ മാനസികാവസ്ഥയിൽ എന്താണ് മാറ്റം ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാനടക്കമുള്ള ആൾക്കാർ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു മുസ്ലിം ഫാമിലിയാണ് ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതെ അതെ അതെ. അങ്ങനെ ഒരു മുസ്ലിം ഫാമിലിയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് അത്. എൻ്റെ ഒരു അറിവിലെന്ന് വെച്ചാൽ അങ്ങനെയല്ല. കാരണം ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഈ ബാലവിവാഹം നടന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, അത് ചെറിയ ഒരു 10-12 വയസ്സിലൊക്കെ കല്യാണം നടക്കുന്നത് ഇപ്പോഴും എന്താ പറയണ്ടത്, അത് നമുക്കൊരിക്കലും അത് തടയാനാവുന്നില്ല. എന്നിട്ടും അതിനിപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. അത് ഇതിലൊരു സമുദായത്തെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു സമുദായത്തെ മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു കാര്യമല്ല ഇത്. ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നും ഇത് ഇങ്ങനെയുള്ള പല നമ്മുടെ അനാചാരം തന്നെ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അത് നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. എന്താണ് അധീല എന്നൊരു പേര്? അധീല എന്നുള്ള പേര് ഞാൻ ഈക്വാലിറ്റി എന്ന് കണ്ടിട്ടാണ് ഞാനിപ്പം നമ്മുടെ ഈ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ളത്. ഈക്വാലിറ്റി, സമത്വം എന്ന് തന്നെയാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം നിഷേധിക്കപ്പെടുന്ന നമ്മുടെ സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ തന്നെയാണ് ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഒരു എന്താ പറയണ്ടേ സ്ക്രിപ്റ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, എൻ്റെ കുറച്ച് അനുഭവങ്ങൾ, പിന്നെ എൻ്റെ എങ്ങനെയാണ് ഈ ഒരു കഥയിലേക്ക് എത്തിപ്പെടുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു ഇപ്പം ഇതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥ വരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും നേരത്തെ നമ്മൾ കണ്ടു പരിചയിച്ചതോ അല്ലെങ്കിൽ കേട്ടു പരിചയിച്ചതോ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കാണുമല്ലോ, അല്ലെങ്കിൽ നമ്മളെ അതിലോട്ട് ഇൻസ്പയർ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതിൻ്റെ കഥ ഏകദേശം ഒരു 1.5 വർഷം മുന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു ചെറിയൊരു സസ്പെൻസൊക്കെ ഉൾപ്പെടുത്തി ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ഞാൻ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ഏകദേശം ഒരു സ്ക്രിപ്റ്റിംഗ് വർക്കൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഇതിലേക്ക് ഈ ഒരു 18 വയസ്സിന് മുന്നേയുള്ള മാരേജ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു തോന്നൽ വന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ അത്യാവശ്യം എന്തൊക്കെയാണ് അതിൻ്റെ പിന്നമ്പുറങ്ങൾ നടക്കുന്നതെന്നൊക്കെ ഞാൻ ഒന്ന് അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് സ്ക്രിപ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഏകദേശം ഇത് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത സമയത്ത് ഒരു 10-40 മിനിറ്റോളം നമുക്ക് ഷൂട്ട് ചെയ്തതും ഒക്കെ വെച്ച് നമുക്ക് 40 മിനിറ്റോളം ചെയ്യേണ്ട സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഒരു ഫെസ്റ്റിവലിലൊക്കെ അയക്കുവാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 30 മിനിറ്റ് മാത്രമേ മാക്സിമം നമുക്ക് ടൈം അനുവദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു കാച്ചി കുറുക്കിയ തിരക്കഥ എന്ന രീതിയിൽ ഒരുക്കിയിട്ടാണ് ഈ ഒരു 30 മിനിറ്റിനുള്ളിൽ 28 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഷോർട്ട് ഫിലിം ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയിലേക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ട കുറച്ച് എൻ്റെ ചുറ്റുപാടുള്ള കുറച്ച് അനുഭവങ്ങളുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മൾ ന്യൂസുകൾ കണ്ടിട്ടും പിന്നെ നമ്മൾ വായിച്ചിട്ടുള്ള ചില അറിവുകളുണ്ട്. അതിലൊക്കെയുള്ള ആകെ ഒരു തുകയാണ് നമ്മുടെ അധീല എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. ഇതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ്? കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ ഇതിൽ. മെയിനായിട്ട് എന്ന് പറയാൻ 2 പേരേ ഉള്ളൂ. ഒന്ന് അധീല എന്ന് പറയുന്ന നമ്മുടെ ഹീറോയിൻ്റെ റോൾ ചെയ്ത ആ ഒരു നന്ദന എന്നാണ് കുട്ടിയുടെ പേര്. പിന്നെ വരുന്നത് ഒരു ഉമ്മാമ, ഈ അധീലയുടെ അച്ഛൻ്റെ എന്ന് വെച്ചാൽ വാപ്പയുടെ അമ്മയാണ്. അവരാണ് ഒരു ഉമ്മാമ എന്ന് പറയുന്ന ക്യാരക്ടർ. ഗീത എന്ന തിയേറ്റർ ആർട്ടിസ്റ്റാണ് അത് ചെയ്തിട്ടുള്ളത്. വാപ്പയെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, അവർ ഫോണിലൂടെയുള്ള ഇൻട്രാക്ഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ വരുന്ന ഒരു സീനിൽ വന്നു പോകുന്ന അഷ്റഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അവർ പക്ക ഒരു എന്താ പറയുക, ഒരു യാഥാസ്ഥിതികനായ ഒരാളായിട്ടാണ് അയാൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞത് എൻ്റെ കാഴ്ചപ്പാടിലുള്ള ചില കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ക്യാരക്ടർ ഞാനതിൽ കൊണ്ടുവന്നത്. അയാൾക്കെന്ന് പറയുന്നത് അധീലയോട് ഉള്ള മനസ്സിലുള്ള വികാരം എന്ന് പറയുന്നത് അത് പ്രേക്ഷകർ കാണുമ്പോൾ അത് മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് തോന്നുന്നത്. ഇത് ആദ്യത്തെ ഷോർട്ട് ഫിലിമാണോ അതോ? ഇതിന് തൊട്ട് മുന്നേ ഇപ്പോൾ ഒരാഴ്ച മുന്നേ താരം എന്നൊരു ഷോർട്ട് ഫിലിം റിലീസായിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ. അതിപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു 10-25,000 വ്യൂസൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ് ഞാൻ. അത് ശരിക്കും പറഞ്ഞാൽ അതിന് മുന്നെയാണ് ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാൻ ഡേറ്റ് ആയെന്നുള്ളത്. ഇതിന് അതെ. അപ്പോൾ മാത്രമല്ല റിലീസിങ്ങിൻ്റെത് ചെറിയൊരു പ്രശ്നമൊക്കെ വന്നപ്പോൾ അങ്ങനെ കുറച്ച് ലേറ്റ് ആയി പോയതാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഇത് തന്നെയാണ് ഫസ്റ്റ് റിലീസായത് താരം എന്ന് പറയുന്നതാണ്.
ഇതുപോലുള്ള പ്രമേയങ്ങൾ ഷോർട്ട് ഫിലിമുകളാക്കാൻ അല്ലെങ്കിൽ സിനിമയാക്കാനാണോ താല്പര്യപ്പെടുന്നത്? ഇപ്പം ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിമുകളും സിനിമകളും കണ്ടിട്ടുണ്ട്. എന്താ ഭയങ്കര കോമഡി ആയിട്ടുള്ളത് അല്ലെ ക്രൈം ആയിട്ടുള്ളത്, ചിലപ്പോൾ നമുക്ക് റിയലായിട്ട് അതിനോട് യോജിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ. ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ തുടരാനാണോ? ഇതുപോലെ തുടരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കാൻ പാകത്തിനുള്ള അതെ അല്ല, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. നമുക്ക് അതിലൂടെ എന്തെങ്കിലും സമൂഹത്തിനോട് പറയാനുണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ കാര്യത്തിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണങ്ങൾ അതുകൊണ്ടും അല്ലെങ്കിൽ ഒരു പറഞ്ഞല്ലോ മാറ്റങ്ങൾ എന്തെങ്കിലും അവർ സംഭവിക്കണം. അങ്ങനെ ഒരു അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു അദീല എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റോറി പോലെ തന്നെ ഞാൻ അടുത്ത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഒരു ഫിലിം മേക്കർ എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ ഞാനിപ്പം പിച്ച വെച്ച് തുടങ്ങുന്നില്ല ഇതിൽ. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ എല്ലാ രീതിയിലും വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. അപ്പോൾ അതിൽ ഞാനിപ്പം ഇത് ചെയ്തത് ചിലപ്പോൾ അടുത്തത് ചെയ്യുന്നത് ചിലപ്പം ത്രില്ലറായിരിക്കാം, ചിലപ്പോൾ ഒരു കോമഡി ആയിരിക്കാം. പക്ഷേ എന്തായാലും അതിൽ എനിക്ക് പറയാനുള്ളത് ഒരാൾക്ക് ഒന്നുകിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും അത് കാണുന്നവർക്ക് കിട്ടാനുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കും. അതിൽ ഇപ്പം അതിൽ ഇന്നലെ യൂട്യൂബിൽ റിലീസ് ചെയ്തേ, അതിനുള്ളിൽ ഈ സമയത്തിനുള്ളിൽ പ്രേക്ഷകരുടെ റിയാക്ഷൻ എങ്ങനെയാണ് അറിയാൻ സാധിക്കുമല്ലോ എന്തായാലും? അതെ അതെ, ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടപ്പോൾ ഏകദേശം ഒരു 4000 വ്യൂവേഴ്സാണ് ആയിട്ടുള്ളത്. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുള്ള ഒരു പ്രശ്നമാണ്. കാരണം ഈ ഒരു ഡ്യൂറേഷൻ നോക്കിയിട്ടാണ് മിക്കവരും വാച്ച് ചെയ്യുന്നത്, അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് ആരും നോക്കാറില്ല. അപ്പോൾ അതിലിപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് കുറച്ച് പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അത് എസ്പെഷ്യലി പിന്നെ കുറച്ച് ഗേൾസാണ് കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ അവരുടെയൊക്കെ റെസ്പോൺസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എന്താ പറയണ്ടേ, ചില ആൾ എന്നെ വിളിച്ചിട്ട് വല്ലാണ്ട് ചൂടായിട്ടുണ്ട് ഒരാൾ. അത് എന്താ വെച്ചാൽ അവളോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ആ ക്യാരക്ടറിനോട് അവർക്ക് ഒരു ഇൻറ്റിമസി തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരാൾ സ്റ്റാറ്റസ് ഇട്ടത് ഞാൻ കണ്ടു, പിന്നെ വീട്ടിൽ കിട്ടാത്ത സ്വാതന്ത്ര്യം പുറത്തെങ്ങനെ കിട്ടാനാണെന്ന് പറഞ്ഞിട്ടൊക്കെ സ്റ്റാറ്റസ് ഇട്ടതൊക്കെ കണ്ടു. അങ്ങനെയുള്ള ഗേൾസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഞാനിപ്പം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അവർക്കായിരിക്കും കൂടുതൽ മനസ്സിലാവുക. അവരുടെ ചുറ്റുപാടിലും ചിലപ്പം നാളെ എത്രയൊക്കെ സ്വാതന്ത്ര്യം പറഞ്ഞാലും അതെ ഉള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അത് എത്രയാലും, പക്ഷേ ഞാൻ പറഞ്ഞ വെച്ചാൽ ന്യായമായ കാര്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. കാരണം എന്ന് വെച്ച് നമ്മൾ രക്ഷിതാക്കൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കരുതെന്നല്ല ഉദ്ദേശിക്കുന്നത്. അവർ പറയുന്നതിന് നമ്മുടെ നല്ലതിന് വേണ്ടി പറയുന്ന കാര്യങ്ങളുണ്ടാവാം, അത് നമ്മൾ ചെവിക്കൊള്ളണം. എന്ന് വെച്ച് പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഞാൻ പറഞ്ഞല്ലോ, അതായത് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ന്യായമായും കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാത്ത അവസ്ഥ വരുമ്പോഴാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. സായുജ് ഇതിലൂടെ പറയാൻ വിചാരിച്ചൊരു മെസ്സേജ് കൺവേ ആയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ റിയാക്ഷനിൽ നിന്നും തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചൊരു മെസ്സേജ് ഇതിലൂടെ കൺവേ ആയിട്ടുണ്ട്, അല്ലെ എന്തെങ്കിലും ഒരു മാറ്റം എനിക്കിതിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്? എൻ്റെ ഇതുവരെയുള്ള ഇത് വെച്ചിട്ട് എനിക്കത് പൂർണ്ണമായിട്ട് പറയാനാവില്ല. കാരണം ഇനിയിപ്പം നാളെ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇതുവരെയുള്ള എൻ്റെ പിന്നെ കിട്ടിയൊരു റിപ്പോർട്ടും കാര്യങ്ങളും വെച്ചിട്ട് പിന്നെ പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നാണ് ഒരുവിധം കണ്ടവരൊക്കെ പറഞ്ഞത്. പിന്നെ അത്യാവശ്യം മേക്കിങ്ങിനെ പറ്റിയും നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് പറഞ്ഞത് അത്യാവശ്യം ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ കുഴപ്പമില്ലാത്തൊരു ഷോർട്ട് ഫിലിം ആണെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം എന്നല്ല, എന്നോട് എനിക്ക് കിട്ടിയ അഭിപ്രായം. ഇത് ഈ ഷോർട്ട് ഫിലിം എവിടെയെങ്കിലും പ്രദർശനത്തിനോ അങ്ങനെ എന്തെങ്കിലും എത്തിച്ചിട്ടുണ്ടോ? ഇതിപ്പം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഫെസ്റ്റിവലിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനു വേണ്ടി തന്നെ ചെയ്തൊരിതാണ്. അപ്പോൾ പക്കാ ഡ്രാമയാണ്. അതിൻ്റെ ഒരു 1-2 ആൾക്കാർ പറഞ്ഞതാണ് കുറച്ച് ലാഗ് ഉണ്ടെന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് ചില പ്രമേയങ്ങൾ നമുക്ക് അങ്ങനെ നമുക്ക് ചില പ്രമേയങ്ങൾ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അത് ഒന്നാമത് പറഞ്ഞത് ഞാൻ ഇങ്ങനൊരു സംഭവം നമുക്ക് ഒരിക്കലും ഒരു ഫാസ്റ്റ് മൂവി ആയിട്ടൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അടുത്ത ഇപ്പം വരാൻ പോകുന്ന 1-2 ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണുള്ളത്. എന്താണ് അപ്പം ഇത് കഴിയുമ്പോഴാണ് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമയായാലും അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ആയാലും അത് വിജയിപ്പിക്കുന്നത് മുഴുവൻ പ്രേക്ഷകരുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അവരാണ് കണ്ടിട്ട് അത് വിലയിരുത്തേണ്ടത്.
അപ്പോൾ അധീല എന്ന ഷോർട്ട് ഫിലിം ഇന്നലെ വനിതാ ദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് കാണുക, മാക്സിമം ആളിലേക്ക് എത്തിക്കുക. ഒരു യൂട്യൂബ് പോലെയുള്ള മീഡിയയിലൂടെ ചെയ്യേണ്ടി വന്നതിലുള്ള പരിമിതികൾ ഉണ്ടാവാം, എന്നാലും പറ്റാവുന്ന ആൾക്കാരൊക്കെ കാണുക, കണ്ടിട്ട് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. നമ്മുടെ വീട്ടിലും പിന്നെ അനിയത്തിമാരും മക്കളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു ചിലപ്പോൾ നിങ്ങളുടെ അറിവിലും ഉണ്ടായിരിക്കാം ചില അധീലമാർ. അത് ഈ ഒരു ഷോർട്ട് ഫിലിം കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിൽ മാറ്റം വരുത്താൻ ഒരുപാട് സിനിമകളും ഷോർട്ട് ഫിലിമുകളും ഒക്കെ നമുക്ക് മുന്നിൽ എത്തുന്നുണ്ട്. അതുപോലൊരു നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് അധീല. അപ്പം എല്ലാ പ്രേക്ഷകരും കാണണം. ഇന്നലെ വനിതാ ദിനത്തിലാണ് റിലീസായത്. സായുജന് എല്ലാ ആശംസകളും. മോർണിംഗ് റിപ്പോർട്ട് പങ്കെടുത്തതിന് നന്ദി. ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.